BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തനു കൃഷ്ണ. കൊച്ചി കളമശ്ശേരിയിൽ ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. HMT ജംഗ്ഷൻ മെഡിക്കൽ കോളേജ് റോഡിൽ HMT കമ്പനിക്ക് സമീപത്തെ വളവിലാണ് ഇന്ന് രാവിലെ 6:30 അപകടമുണ്ടായത്. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും വന്ന ബസ്സും കളമശ്ശേരി ഭാഗത്തു നിന്ന് വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസ് ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലോറി ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കൊച്ചി നഗരത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന ചുമതല കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിനെ ഏൽപ്പിച്ചതോടെ നഗരത്തിൽ തെരുവ് വിളക്കുകൾ തെളിയാത്ത സ്ഥിതിയായെന്ന് നഗരസഭാ കൌൺസിലർമാരുടെ പരാതി. പോസ്റ്റുകളിൽ LED ബൾബുകൾ സ്ഥാപിക്കുന്ന CSML പദ്ധതി ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്നും ഡിവിഷനിൽ തെരുവ് വിളക്ക് തെളിക്കാൻ ഇവരുടെ മുമ്പിൽ പോയി കാത്തു നിൽക്കേണ്ട അവസ്ഥയാണെന്നും 6ാം ഡിവിഷൻ കൌൺസിലറും മുൻ സ്ഥിരം സമിതി അധ്യക്ഷനുമായ MHM അഷ്റഫ് ആരോപിച്ചു. ഡിവിഷനുകളിൽ കൌൺസിലർമാരുമായി ചർച്ച ചെയ്യാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭ മുൻപ് സ്ഥാപിച്ച GI പോസ്റ്റുകൾ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. ഈ പോസ്റ്റുകളിൽ വിളക്കുകൾ സ്ഥാപിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഇവർ. വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താൻ കരാറുകാർക്ക് കഴിയുന്നില്ല. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിക്ക് ഈ ചുമതല നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും അഷ്റഫ് ആരോപിച്ചു. തെളിയാത്ത വിളക്കുകൾ കത്തിക്കാൻ വിളിച്ചാൽ 20 ദിവസം കഴിഞ്ഞാൽ പോലും വരുന്നില്ല. വന്നാൽ തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. പലപ്പോഴും ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇതിന് KCBയുടെ സഹായം വേണം. തെരുവ് വിളക്കുകൾ തെളിക്കാൻ കൌൺസിലർമാർ പെടാപ്പാടുപെടുകയാണ്. പ്രശ്നപരിഹാരത്തിനായി CSML KCB പ്രതിനിധികളുടെയും കൌൺസിലർമാരുടെയും യോഗം വിളിച്ചുകൂട്ടണമെന്നും അഷ്റഫ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് KJ മാക്സി MLA, മേയർ എന്നിവർക്ക് പരാതികൾ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമ ഷൂട്ടിംഗിനിടെ ഉണ്ടായ വാഹനാപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ പരിശോധനയ്ക്ക് നിയമിച്ചു. അനുമതിയില്ലാതെയാണ് സിനിമാ പ്രവർത്തകർ ചിത്രീകരണം നടത്തിയതെന്നും RTO അറിയിച്ചു. FIRന്റെ അടിസ്ഥാനത്തിലും തുടർ നടപടി ഉണ്ടാകുമെന്നും RTO വ്യക്തമാക്കി. എറണാകുളം സെൻട്രൽ പോലീസ് സിനിമാ പ്രവർത്തകർക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. കൊച്ചി MG റോഡിൽ പുലർച്ചെ 1:30 അപകടം. ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടം ഉണ്ടായത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ബഹ്റൈനിലേക്ക് പുറപ്പെടേണ്ട വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് വൈകി. രാവിലെ പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് വൈകിയത്. ഉച്ചകഴിഞ്ഞിട്ടും അനുകൂല മറുപടി ലഭിക്കാതായതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാർ ബഹളമുണ്ടാക്കി. വിമാനം എപ്പോൾ പുറപ്പെടുമെന്നത് സംബന്ധിച്ച് യാത്രക്കാർക്ക് യാതൊരു അറിയിപ്പും നൽകാത്തതാണ് പ്രതിഷേധത്തിന് വഴി ഒരുക്കിയത്. രാത്രി 7 മണിയോടെ പകരം ക്രമീകരണം ഏർപ്പെടുത്തി യാത്രക്കാരെ ബഹ്റൈനിലേക്ക് അയച്ചു. വല്ലാർപാടം പദ്ധതിക്കായി കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഉത്തരവ് പ്രകാരം കൊച്ചി തുറമുഖത്തിൽ തൊഴിൽ ലഭിക്കുന്നതിന് സംബന്ധിച്ചും കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപിക്ക് മൂലമ്പള്ളി പാക്കേജ് കോർഡിനേഷൻ കമ്മിറ്റി നിവേദനം സമർപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള പാക്കേജ് നിരീക്ഷണ സമിതിയുടെ അംഗം K. രജികുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഡൽഹി കേരള ഹൌസിൽ നേരിൽ കണ്ടാണ് നിവേദനം നൽകിയത്. വിഷയം ഷിപ്പിംഗ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നും മന്ത്രി ഉറപ്പു നൽകി. പദ്ധതിക്ക് വേണ്ടി മുളവുകാട്, മൂലമ്പള്ളി, കോതാട്, വടുതല, ചേരാനല്ലൂർ, മഞ്ഞുമൽ, ഏലൂർ, പോണേക്കര, എളമകര പ്രദേശങ്ങളിൽ കിടപ്പാടങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്ന 316 കുടുംബങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു പുനരധിവാസ പാക്കേജിലെ വാഗ്ദാനം. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരും ഉത്തരവ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പ്രാഥമിക നടപടികൾ സ്വീകരിച്ചെങ്കിലും തൊഴിൽ ലഭിക്കുന്ന കാര്യത്തിൽ നടപടികൾ പുരോഗമിച്ചില്ല. ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹരിക്കാൻ അന്നത്തെ ഒരു കേന്ദ്രമന്ത്രിയെ നിയോഗിച്ചെങ്കിലും ക്രിയാത്മകമായ നടപടികൾ ഉണ്ടായെന്നും മൂലമ്പള്ളി പാക്കേജ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ഫ്രാൻസിസ് കളത്തുങ്കൽ പറഞ്ഞു. 3000 മത്സരങ്ങൾക്ക് വിസിലൂതിയ അന്താരാഷ്ട്ര ഗുസ്തി റഫറി MM സലീമിന്റെ വെസ്റ്റ് കൊച്ചി കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി പൗരാവലി ആദരിക്കും. 30 വൈകിട്ട് 4:30 തോപ്പുംപടി BM സെന്ററിൽ നടക്കുന്ന പരിപാടി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PS ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്യും. അന്തർദേശീയ ഫുട്ബോൾ താരം PP തോബിയാസ്, മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുക്കും. കൊച്ചിയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക കാരുണ്യ സംഘടനകൾ MM സലീമിനെ ആദരിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.